നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് ഞാൻ സംസാരിക്കുന്ന വിഷയം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആരെങ്കിലുമൊക്കെ നമ്മുടെ ക്ലോസ് ആയിട്ടുള്ളവരെ നഷ്ടപ്പെടാം. ക്ലോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് മരണമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ഇഷ്യൂസ് ഡൈവോഴ്സ് ആവുന്നോ സെപ്പറേറ്റ് ആവുന്നൊന്നും അല്ല. അങ്ങനെ ആയിക്കഴിയുമ്പം നമുക്ക് ഇപ്പോൾ എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. നമുക്ക് പിന്നീട് നമുക്കൊരു ഡിവോഷണൽ ഒരു ഡിറ്റാച്ച്മെൻ്റ് ഉണ്ടാകും. പിന്നീട് ദൈവമില്ല, അതായത് നമ്മൾ ഇത്രയും നല്ല കാര്യം നമ്മൾ പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങളൊന്നും ദൈവം കണ്ടില്ല. എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസിൽ കൂടെ ഞാൻ കഴിഞ്ഞ ഒരു 3-4 മാസമായിട്ട് കടന്നു പോകുമായിരുന്നു. എന്നിട്ട് ഞാനിപ്പം ഹസ്ബൻഡ് എന്നോട് ഓരോ അമ്പലം, ഞങ്ങൾക്ക് വീട്ടിൽ അമ്പലമുണ്ട്, ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിനകത്ത് ഞാനിനി ആ അമ്പലത്തിലോട്ടും പോകില്ല, ഞാൻ ആ മണ്ണിൽ കാലുകുത്തത്തില്ല, ഞാൻ ഇനി ഒരമ്പലത്തിലും പോകില്ല എന്നൊക്കെ പറഞ്ഞൊരു 2-3 മാസം ഞാൻ അമ്മ മരിച്ച് ജനുവരിയിലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് ഞാൻ ചിന്തിച്ചപ്പോൾ പോകണം. എൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ, ഞാൻ ഒരു കൃഷ്ണഭക്തയാണ്. ഞാൻ ഏകാദശി നോയമ്പ് നോക്കാറുണ്ട്, പറ്റുമ്പോഴൊക്കെ ഗുരുവായൂർ പോകാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മാസവും ഗ്രൂപ്പായിട്ടൊന്നും പോയില്ല, ഒത്തിരി കഷ്ടപ്പെട്ട് ഒത്തിരി ബുദ്ധിമുട്ടി, അതായത് ഉള്ള നല്ല സ്ട്രെയിൻ എടുത്ത് പോയിട്ടുണ്ട് ഞാനും എൻ്റെ മോളും. പക്ഷേ എന്നിട്ട് എന്നോട് ഇങ്ങനെ എന്ത് ചെയ്തു, അമ്മ മരിച്ചു പോയത് എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. അതായത് അമ്മ ഹെൽത്തി ആയിട്ട് ഇരുന്ന ഒരാൾ മരിച്ചതല്ല, ബട്ട് സ്റ്റിൽ അമ്മ നല്ല ആക്റ്റീവായിരുന്നു. നമ്മളോട് സംസാരിക്കും, നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ തിരിച്ചു പറയുകയും ദേഷ്യപ്പെടുകയും ചെയ്തൊരു വ്യക്തിയായി. അത് കഴിഞ്ഞ് ഞാൻ വെച്ച് ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു അമ്പലത്തിൽ പോയി തൊഴുതു. അത് കഴിഞ്ഞപ്പം നമ്മുടെ ആ ഒരു ഔട്ട്ലുക്ക് തന്നെ നമ്മുടെ മാറി. നമുക്ക് നമ്മൾ വിചാരിക്കുന്ന നമ്മുടെ ചിന്തകൾ മാത്രം എപ്പോഴും ശരിയാവണമെന്നില്ല. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തത്. അത് കഴിഞ്ഞ് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് കളിയാക്കി, നീയല്ലേ പറഞ്ഞ ദൈവമില്ല. പിന്നെ ഞാൻ നമ്മുടെ ഓച്ചിറ അമ്പലത്തിൽ പോയി. നമ്മുടെ അടുത്തല്ല, എന്നാലും കുറച്ച് അടുത്താണ് ഞങ്ങൾ താമസിക്കുന്നത്, കരുവറ്റ. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ പോയി തൊഴുത്, ഞാൻ എല്ലായിടും പോയി വഴിപാട് കഴിക്കുന്ന ഒരു വ്യക്തിയൊന്നും അല്ല. പോയി പ്രാർത്ഥിച്ച് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക്, അതായത് നമ്മളെ പിന്നോട്ട് ദൈവം നമ്മളെ ചിന്തിപ്പിക്കും. നമ്മൾ എന്തെല്ലാം നല്ല കാര്യങ്ങൾ ഈ വ്യക്തികൾക്ക് വേണ്ടി നമ്മൾ ചെയ്തു. അവർ മരിച്ചത്, ഒരു വ്യക്തിയുടെ മരണം എന്ന് പറയുന്നത് ആ ജനിക്കുമ്പോൾ തന്നെ കുറിക്കുന്ന ഒരു സമയമാണ്. അല്ലാതെ നമ്മൾ ചെയ്ത തെറ്റുകൊണ്ടോ അല്ലെങ്കിൽ ഈ ആശുപത്രിയിലൊക്കെ സംഭവിക്കുന്നുണ്ട്. എൻ്റെ അമ്മ മരിക്കുമ്പോൾ വീട്ടിൽ കിടന്നാണ് മരിച്ചത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒത്തിരി ഡീപ്പായിട്ട് അതിനെ പറ്റിയിട്ട് നമ്മൾ ചിന്തിക്കാതെ നമ്മളെ പുറകോട്ട് ദൈവം ചിന്തിപ്പിക്കും. അതായത് നമ്മൾ അമ്മയ്ക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്തു, അത്ര നല്ല കാര്യങ്ങൾ നിന്നെക്കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞില്ലേ എന്ന് നമ്മളെക്കൊണ്ട് ഭഗവാൻ ചിന്തിപ്പിക്കും. അതുകൊണ്ട് അങ്ങനെ ഇപ്പോൾ ഈ അടുത്തിടയിൽ അങ്ങനെ പേരൻസ് അല്ലെങ്കിൽ അത്രയും അടുത്ത് ക്ലോസ് ആയിട്ടുള്ള ആരെങ്കിലും മരിച്ച വ്യക്തികളുണ്ടെങ്കിൽ അവരോടൊക്കെ ആയിട്ട് ഞാൻ പറയുകയാണ്, ദൈവമുണ്ട്. ഞാനൊരു ഹരികൃഷ്ണ ഗ്രൂപ്പിൻ്റെ ഒരു വ്യക്തി കൂടെയാണ്. അപ്പോൾ ഞാൻ അവരോട് വിളിച്ച് സംസാരിച്ചപ്പോഴും പറഞ്ഞു, നമ്മൾ കുഞ്ഞുങ്ങൾ മരിച്ച ഒരു മകൻ മരിച്ച ഒരു ആളുണ്ട്, അവരുടെ ഗ്രൂപ്പിലുണ്ട്, മീൻസ് ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിലുണ്ട്. അപ്പോൾ ആ മകൻ മരിച്ചിട്ടും കൂടുതൽ ഭഗവാനിലോട്ട് അറ്റാച്ച് ആവുമായിരുന്നു. അല്ലാതെ അതിൽ നിന്നും മാറി, എന്താ പറയുക, എനിക്ക് ഭഗവാനില്ല, ഇനി ഞാൻ എൻ്റെ കുഞ്ഞ് മരിച്ചുകൊണ്ട് ഭഗവാൻ അതിനെ ഇനി ഞാൻ വിളിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇരുന്നില്ല. ഞാൻ എപ്പോഴും ഹരികൃഷ്ണ ജപിക്കുന്ന ഒരാളായിരുന്നു, ജപമാല ഉണ്ടായിരുന്നു. അല്ലാതെ എന്ത് ചെയ്യുമ്പോഴും ഹരികൃഷ്ണ ജപിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പിന്നീട് കംപ്ലീറ്റ്ലി ഫുള്ളി ഞാനങ്ങ് ഔട്ട് ഓഫ് മൈൻഡായി. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ഒരിതില്ല, ഞാൻ പ്രവർത്തിക്കുന്ന എന്താ, അങ്ങനെ എന്താ പറയുക, ഈവൻ എൻ്റെ അമ്മയുടെ ഫോട്ടോ കാണുമ്പോൾ തന്നെ എനിക്കൊരു പേടി പോലെ ആ ഒരു മാനസികാവസ്ഥയിലായി. പക്ഷേ ഇപ്പം ഞാൻ ഓക്കെ ആയി വരുന്നു, കംപ്ലീറ്റ്ലി നോർമലായി എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ അമ്മയാണ് നമുക്ക് നമ്മൾ പാലൂട്ടി വളർത്തിയതൊന്നും നമുക്ക് പാല് തന്ന് വളർത്തിയൊന്നും നമുക്ക് ഓർമ്മയില്ല എങ്കിൽ പോലും ഓർമ്മ വെച്ച നാൾ മുതൽ നമ്മളെ നോക്കിയ ഓരോരോ കാര്യങ്ങൾ, ഉടുപ്പ് ഇട്ട് തന്നതും, മുടി കെട്ടി തന്നതും, മുടി പിന്നെ ചീകി തന്നതും, പെയിൻ ചീകി തന്നതും, ആദ്യമായി
നമുക്ക് നമ്മൾ ഋതുമതിയാകുമ്പോൾ നമുക്ക് നമ്മുടെ അമ്മ തന്ന കരുതലും പിന്നെ ഗർഭിണി ആണെന്നറിയുമ്പോൾ തരുന്നത് ഇതൊന്നും നമുക്കൊരിക്കലും അതായത് എൻ്റെ അമ്മ ഒരു വീട്ടമ്മയായിരുന്നു. എൻ്റെ അമ്മ ജോലിക്കൊന്നും പോകുന്ന ആളല്ല. ഞാൻ ഒരു നേഴ്സാണ്. ചില സമയത്ത് ഇപ്പോൾ ജോലിക്ക് പോകുന്നില്ല, പക്ഷേ ജോലിക്ക് പോകുന്ന സമയത്ത് എൻ്റെ കുട്ടി എനിക്ക് ചില കാര്യങ്ങൾ കെയർ ചെയ്യാൻ പറ്റാതെ ഇരുന്നിട്ടുണ്ട്. അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ എവിടെയും പറയും. ഞാൻ ജോലിക്ക് പോകുന്ന അമ്മമാർക്ക് പരിമിതികളുണ്ട്. പക്ഷേ അമ്മ വീട്ടിലിരുന്ന് എനിക്ക് എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഒരു മൂത്ത മകനും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കാര്യം മാത്രം നോക്കിയിരുന്ന ഒരു അമ്മയാണ്. അതായത് ഒരു നാട്ടിൻപുറത്തുകാരി അമ്മയാണ് അപ്പം അതുകൊണ്ട് ഒത്തിരി ഓർമ്മകളുണ്ട്. ലാസ്റ്റ് 6 മാസം എൻ്റെ കൂടെ ആയിരുന്നു. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് കൂടും. ഭക്ഷണം കഴിക്കാത്തതിന് അമ്മയെ ഞാൻ വഴക്ക് പറയും. പേര് കൃഷ്ണകുമാരി എന്നായിരുന്നു. അപ്പോൾ ഞാൻ കൃഷ്ണമ്മയെന്ന് വിളിക്കും. കൃഷ്ണനായി ഞാൻ പിന്നെ ഇടയ്ക്ക് പ്രതി കൃഷ്ണമ്മയെന്ന് വിളിക്കും. ഭക്ഷണം ഉരുട്ടി വായി വെച്ച് കൊടുക്കുമായിരുന്നു. അതൊക്കെ എനിക്ക് ഒത്തിരി നല്ല ഓർമ്മകളാണ്. പക്ഷേ മരിച്ച് കുറച്ച് നാളത്തേക്ക് എനിക്ക് ഇതൊക്കെ എൻ്റെ ചിന്ത ഫുള്ള് ബ്ലാങ്ക് ആയിപ്പോയി. പിന്നീട് ഞാൻ ഈ അമ്പലത്തിൽ പോയി ഭഗവാനെ വിളിച്ചു, വിളക്ക് കത്തിച്ചു. അങ്ങനെ വന്നപ്പോഴാണ് എനിക്ക് തിരിച്ചെൻ്റെ മൈൻഡിലോട്ട് നീ എത്ര കാര്യങ്ങൾ നിൻ്റെ അമ്മയ്ക്ക് വേണ്ടി ചെയ്തു, നിന്നെക്കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം നീ ചെയ്തില്ലേ എന്ന് ഭഗവാൻ തോന്നിപ്പിച്ചത്. ഇത്രയും പറയാനാണ് ഞാൻ വന്നത്. എല്ലാവർക്കും കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി.